വെൽക്കം ബാക്ക് ടു ബി ജി ഗെയിമിംഗ്. നമ്മൾ നന്നാക്കുന്നത് ഗ്രാനിയിലാണ്. ആക്ച്വലി ഞാൻ ഈ കളിച്ചാണ് കുറേ പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പേ ഞാൻ വീഡിയോ എടുക്കാൻ മുമ്പേ കളിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുള്ളൂ ഇപ്പം ഞാൻ വീണ്ടും കളിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി. പക്ഷേ ഞാനിവിടെ അല്ലേ ഈ എൻ്റെ ഒച്ച എടുത്തില്ല, ഞാൻ ഗെയിമിൻ്റെ ഒച്ച മാത്രമേ ഇല്ലേ റെക്കോർഡ് ചെയ്തുള്ളൂ. അതാണ് നിങ്ങൾക്ക് ഇതുകൊണ്ടാവും എന്താണ് ഞാൻ ഇപ്പോൾ എടുക്കണത്. ആക്ച്വലി ഞാൻ അവിടെ വെച്ചിട്ട് കിടന്ന് ഇതുണ്ട് വേസ് ഉണ്ട് അതുണ്ടെന്ന് കുറേ ഇറക്കി. പക്ഷേ ആക്ച്വലി വോയിസ് കേൾക്കുമല്ലോ റെക്കോർഡ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണത്. പക്ഷേ ഇതുകൊണ്ട് റെക്കോർഡ് ചെയ്ത് വെക്കാമെന്ന് വെച്ചു. അതുകൊണ്ട് ഇല്ലേ ഈ പ്ലേ ഒക്കെ ഞാൻ കളിച്ച് ഞാൻ തന്നെ ഓക്കെ എന്നോട് ചേരാനെ കൂടി ചാടി പോവാണ് നേരം. ഓക്കെ അപ്പോൾ ഞാൻ മറ്റേ ഒരു വീഡിയോ ഉണ്ട് നോക്കുന്നത്. ഓക്കെ ഞാൻ വേഗം ഓടിപ്പോയിട്ടുണ്ട് അവിടെ നിന്ന്. ആ ഏരിയാണ് മറ്റേ വടി എന്തോ ഫ്രീ സ്റ്റാപ്പുള്ള നോക്കിയതാണ്, കിട്ടി ഇല്ല. ഓക്കെ എന്നിട്ട് ഞാനിവിടെ ആ സാധനം തുറന്നോക്കി. നമുക്ക് ഉണ്ടായിരുന്നില്ല, അതിന് മുമ്പേ കുറേ കളിച്ചിട്ട് കിട്ടിയിട്ടില്ല ആ സാധനം. നമുക്ക് കുറേ സ്റ്റീൽ പാഡിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കി വന്നു. എന്നിട്ട് അവിടെ വെറുതെ ഒരു ഗ്ലിച്ച് നോക്കാൻ വേണ്ടി വന്നു. ആ സ്ഥലത്തേക്ക് കയറുന്നു. ഞാൻ ഇറങ്ങിപ്പോകാൻ നോക്കിയതാണ്, പക്ഷേ ഗ്ലിച്ച് നോക്കി. എന്നിട്ട് ഇറങ്ങി അവിടെ നിന്ന് ഓടി കാക്കട ഫുഡ് നോക്കി വാതിലടന്ന് കോക്ക് വീലൊരു സാധനം കാണണ്ടായിരുന്നു, പക്ഷെ കണ്ടില്ല ഇപ്രാവശ്യം. അതറിയാൻ നേരെ ഓടി ഇങ്ങാട് വന്ന് നോക്കും. ഓക്കെ ഒരു റിമോട്ട് കൺട്രോൾ ആ നേരത്ത് കിട്ടിയിരുന്നു. റിമോട്ട് കൺട്രോൾ ഞാൻ എടുത്ത് വാതിലടന്ന് ഇവിടെ സൂക്ഷിച്ചു പോയിരുന്നു. അതായത് ഞാൻ ഗ്രാനീനെ എന്തോ ഇല്ലേ ഒച്ചയിടുന്നുണ്ട്. അത് ഒന്നുമില്ല. ഇവിടെ സ്പാർക്ക് പ്ലഗ് ഞാൻ സാധനം കളിക്കാൻ പറ്റില്ല. അപ്പോൾ വീടെടുക്കാൻ പോയി നേരത്ത് കിട്ടിയില്ല. ഇത് നോക്കാം ഗ്രാൻഡ് വിൻചാൻഡിൽ മറ്റേ തുറക്കാൻ വേണ്ടി ഇതിലെല്ലാം കിണർ. ഓക്കെ ഞാൻ ടെഡി ബിറോത്തുണ്ട് ഷോർട്ട് ഗണ്ണ് ഭാഗം കിട്ടുന്നുണ്ട്. അവിടെ റിമോട്ട് കൺട്രോൾ ഞാൻ യൂസ് ചെയ്ത് വെറുതെ ആവശ്യമില്ല. ഡ്രോപ്പ് നേരം ഞാൻ വിൻചാൻഡിൽ എടുത്ത് ഗ്രാനിയൊന്നും പേടിക്കാൻ ഞാൻ ഓടിയത് നേരത്തപ്പോൾ. ഗ്രാനി കണ്ടില്ല. ഓട് ഞാൻ കളിച്ചിട്ട് ഞാൻ തന്നെ പറഞ്ഞ എന്നിട്ട് കിടക്കും വെറുതെ തന്നെ. ഞങ്ങൾക്ക് ഗ്രാനിയെ കണ്ടുപിടിക്കാൻ തോന്നിയിരുന്നു. എന്നിട്ട് ഞാൻ സാധനം തട്ടിട്ട് എന്നിട്ട് ഞങ്ങൾ ഗ്രാനിയെ വിളിച്ചേർത്ത് നോക്കിയിരുന്നുണ്ട്. അതെ ഞാൻ ഗ്രാനിയെ വിളിച്ചേർത്തത് എനിക്ക് ഓർമ്മ. ഞാൻ ഇതിന് മുമ്പ് കളിച്ചാണ് വീടെടുക്കാൻ പോയതിന് വേണ്ടി. അപ്പം ആ നേരത്തില്ലേ ഇവിടെ മറ്റേ തോക്കുണ്ടായിരുന്നു. തോക്കിന് ഷൂട്ട് ബട്ടൺ വന്നില്ല. ബുള്ളറ്റ് ഇറച്ചിട്ടും ഭാഗങ്ങൾ ഉണ്ടാക്കിയിടും. അങ്ങനെ സംഭവിച്ചത്. ഇറങ്ങുമ്പോൾ ഗ്രാനി ഞാൻ കളിപ്പിക്കുന്നു. ഗ്രാനി ഞാൻ നേരത്ത് നേരെ ബാക്കോട് ഓടി. ഞാൻ ടെക്നിക്ക് കണ്ടുപിടിച്ചോളൂ സീക്രട്ട്. എൻ്റെ ഗ്രാനി പോയാൽ നോക്കിയിട്ട് ഇറങ്ങിയിരുന്നത്. ഓക്കെ ഇങ്ങനെയൊക്കെ നെക്സ്റ്റ് ഞാൻ പോകുമ്പോൾ ആ സ്ഥലത്താണ് പറ്റിയാണ് അറിഞ്ഞ സ്ഥലത്തേക്ക് പിഞ്ചാനെല്ലാം കഴിക്കണം. പീസ് ഓഫ് ഫോട്ടോയുടെ അതാരാണ് താഴേക്ക് ഇറങ്ങി എഴുന്നേക്കട്ടെ. അതിട്ട് ഞാൻ വായിച്ചിരുന്ന് ക്യാമറ ഓഫ് ചെയ്തിട്ട് മറ്റേ ഇതിന് മുമ്പ് കളിച്ചപ്പോഴുള്ള അത് പ്രത്യേക എന്താ ഫ്രൂട്ടിൽ കുളിപ്പിക്കുന്നത്. ഞാൻ കണ്ണുമാത്ര റിട്ടേൺ ചെയ്തു. പാട്ട് ഓഫ് കൊടുക്കണുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ബാക്കി നിങ്ങൾ സ്വയം കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് മിണ്ടണില്ല. അപ്പം അതല്ല കാണുമ്പോൾ തന്നെ എടുക്കണ്ട. ശരിക്കും എടുക്കാൻ പറ്റണമെന്നില്ല സാധനം. 5 പാർട്ട് ചില ടി വിയുടെ സോണിലാണ്, ചില സമയം ഉണ്ടാവില്ല. അങ്ങനത്തെ ആണ്. കുറച്ചുകൂടെ കേൾക്കണമെന്ന് പറയുമ്പോഴാണത് വെഞ്ചാനിൽ. ഓക്കെ എന്നിട്ട് എന്തോ കാര്യത്തിന് ഗ്രാനിയെ വെറുതെ വിളിച്ചു വരുത്തി. ഗ്രാനി പുറത്തേക്ക് വന്ന് വരുമെന്ന് ഉറപ്പിൽ ഞാൻ പോകാൻ തിരിച്ച്. ഇവിടെ എന്തോ കളിക്കാൻ ഇതിന് മുമ്പേ വീടെടുക്കാൻ പോകണ അടുത്തില്ലേ ഗ്ലിച്ച് ഉണ്ടായിരുന്നു. ഇറങ്ങാൻ പോകുമ്പോൾ ഞാൻ എഴുന്നേറ്റിക്കും. ഗ്രാനി ചീസ് ചെയ്യുന്നപ്പോൾ ഞാൻ ഗ്രാനിനെ പിടിക്കുകയും ചെയ്താൽ നേരത്തെ അങ്ങനെ പറ്റിയത്. ഇവിടെ എഞ്ചിൻ പാട്ടിട്ട് ഞാൻ തിരിച്ചു പോയി ഷോട്ട് കൊണ്ട് പറഞ്ഞിട്ട് വേണ്ടി വന്നു. ഗ്രാനിനെ ഓർത്തിട്ട് ഓക്കെ ഞാൻ ബോറടി കൊണ്ടുവരാണ്ട് ഞാൻ പോസ്റ്റർ മിണ്ടല്ലേ കണ്ടോ നിങ്ങൾ ശരിക്കും കണ്ടോ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻസ് പറഞ്ഞോട്ടെ. ഓക്കെ പുറത്തേക്ക് ഇറങ്ങിയ കാറിന് എഞ്ചിൻ പാർട്ടി ഞാൻ പോഴ കാണണം. നേരത്തൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഓബ്സ്റ്റക്കിൾ കോഴ്സ് വരെ പോകാൻ ഞാൻ ഈ ഏരിയ നമ്മൾ ഒച്ച ഉണ്ടാക്കി അത്രയും ഗ്രാനിക്കാണല്ലോ കോൾ ഏരിയ. അതാണ് മനസ്സിലാവുന്നത്. അല്ല ഞാൻ വെറുതെ എഞ്ചിൻ പാർട്ടി എടുത്ത് വരണം.
ഡോർ വെറുതെ അവിടെ സാധാരണ പാഡ്ലോക്ക് കിട്ടിയിരുന്നതാണ്. ഇപ്പോൾ ഒന്നും കിട്ടണില്ല. എൻ്റെ ഞാൻ കുറേ നേരം ഗ്രാനി വരാൻ വേണ്ടി വിളിച്ചിരുന്നു. അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്നറിയോ? ഗ്രാനി കണ്ട് ആ നേരം ഓർമ്മ. ഞാൻ അപ്പോൾ എന്തൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടിയിരുന്നു ഗ്രാനിൻ്റെ അടുത്ത്. എൻ്റെ എഞ്ചിൻ വഴി പോയി. ഞാൻ നോക്കിയില്ല, ഒച്ചെല്ലാം ഉണ്ടാക്കിയില്ല വന്നു. ഓ ഞാൻ അവിടെ വന്നു. ഓ ഞാൻ പറഞ്ഞു ഗ്രാനി ഇറങ്ങിയാന്ന് എനിക്കറിയില്ല. അവിടെ നിന്ന് ഞാൻ കണ്ടില്ല. പിന്നെ വന്നു. ഞാൻ മറന്നുപോയില്ല. കാരണം കളിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചയാണിത്. കാരണം സ്കൂളിൽ പഠിക്കാൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ടായി. ഓക്കെ, ഗ്രാനി പോണ നേരത്ത് നോക്കണമെന്ന് വെച്ചാൽ ഞാൻ അവിടെ തന്നെ ഇറങ്ങി നിന്ന് ഗ്രാനി അപ്പോൾ മതിയാക്കി. ഞാൻ ഇന്നോ കാട്ടിക്കൂട്ട് വരുന്നു കുഞ്ഞുണ്ടെന്ന് ഈസി ആണെന്ന് പറയുന്നത്, സ്പീഡില്ലാതെ. അത്രേ ഉള്ളൂ. അതെടുത്ത് എൻജിൻ പാർട്ട് ഞാൻ ഉണ്ടായിരിക്കണം തരാം. ഓക്കെ, എൻജിൻ പാർട്ടൊക്കെ വന്നാക്കിയാണ്. ഓക്കെ, ഞാൻ വെച്ച് ഇനി എനിക്ക് മറ്റേ ഫ്രഞ്ച് ഞാൻ ഫ്രഞ്ച് അവിടെ മറ്റേ മുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യം അതിലവിടെ നോക്കൊന്നു. ഞാൻ കാർ ബാറ്ററി ഒക്കെ വന്ന നേരത്ത് പിന്നെ ഫ്രഞ്ച് നോക്കി പോകണമെന്ന് ഞാൻ ഇന്നലെ പറയുന്നത്. എന്തായാലും അവിടെ ഞാൻ കാർ ബാറ്ററി വെച്ചവിടെ ആ നേരത്ത് എന്നിട്ട് വേഗം ഓടിപ്പോകാൻ നിൽക്കുന്നു. ഇനി മറ്റേ സ്പാർക്കിലൊക്കെ വേണം. ഞാൻ നോക്കിയ സ്ഥലത്ത് ആ സ്ഥലത്ത് കാണില്ല. ഈ സേഫിലുണ്ടാവും, വേറെ സ്ഥലത്തുണ്ടാവും. അത്രേ ഉള്ളൂ സ്പാർക്കിലൊക്കെ. ഞാൻ ഗ്രാനി 2 കളിക്കാൻ നോക്കിയതാണ്, പക്ഷേ ഒരു കാര്യം പറ്റി. ഗ്രാനി 2 ഞാൻ കളിച്ചപ്പോൾ അല്ലേ മയ്യാക്ക് കളിക്കാൻ വെച്ചപ്പോൾ മറ്റേ വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയി. 45 മിനിറ്റ് കുറയും. അതാണ് ഞാൻ വീഡിയോ റെക്കോർഡിങ്സ് അയച്ചില്ല. ഞാനിത് കുറച്ച് നീളം കുറഞ്ഞാണ് ഇട്ടത്, 23 മിനിറ്റ്. ബാക്കി ഞാൻ 30 മിനിറ്റ് കഴിഞ്ഞിട്ടായിരുന്നു. ഇവിടെ ഗ്രാനി വീണ്ടും ട്രോൾ ചെയ്യാൻ വിളിച്ച്. ഇതെപ്പോഴും ഇവിടെ വിളിച്ച് ഇപ്രാവശ്യം പറ്റിയില്ല. പാതിരി ഞാൻ സ്പീഡ് റൺ ചെയ്യുന്നു ഇതേപോലെ തന്നെ. പിന്നെ ബാക്കി ഡേയ്സ് എല്ലാം മോശമായി. അതാ പറ്റിയത്. ഞാൻ ഈ വേഗം ഓടിപ്പോയി. അത് മുട്ടിയാണ് ഏറ്റവും വലിയ തെറ്റത്. രണ്ട് ഗ്രാനി വേഗം വന്നു. പിന്നെ ട്രാപ്പ്. ആ ട്രാപ്പ് കുറച്ച് നേരം മുമ്പ് കണ്ടില്ല. കയറാൻ ഇപ്പോൾ എൻ്റെ ഇവിടെ ട്രാപ്പിൽ കയറി. അതാണിപ്പോൾ വന്ന പ്രശ്നം. അന്നോട് വാതിലോടൊന്ന് പോയി ചെയ്ത് ഞാൻ കുറച്ച് വെറുതെ കിട്ടുന്നു. ഞാൻ പിന്നെ ഇവിടെ വെച്ച് ഗ്ലിച്ച് കണ്ടു വെച്ചിട്ടുണ്ട്. മറ്റേ അവിടുത്തെ കട്ടിൽ വെച്ച് മറ്റേ ഏഞ്ചലീനയുടെ സ്പൈഡർ ഏഞ്ചലീന അവിടെ വെച്ച് ഞാൻ കട്ടിലിൻ്റെ അടി വെച്ച് നോക്കിയപ്പോൾ ഇല്ലേ അപ്പുറത്തെ സാധനമൊക്കെ ഗ്ലിച്ച് അടിച്ചു പോകണ അങ്ങനെ ഞാൻ ഗ്ലിച്ച്. അപ്പോൾ ഗ്രാനി ഏകദേശം വന്നിട്ടോ അവൻ്റെ താഴെ ഓടിപ്പോയി. ഞാൻ മറത്തിട്ട് പോയിരുന്നുണ്ട്. ഓക്കേ, എല്ലാം ഇറങ്ങി ചെല്ലണം. ഗ്രാനിയൊന്നും ഇല്ല ഈ നേരത്ത്. ഞാൻ അങ്ങോട്ട് പോയത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഗ്രാനി ഞാൻ വിളിക്കാൻ ആ നേരത്ത് പോയത്. ആ നേരത്ത് എന്തോ പറ്റിയതെന്നുണ്ട്. ആ നേരത്തെ ഞാൻ നോക്കാൻ പോയത് വെറുതെ. ഓക്കെ, ഞാനൊന്ന് വേഗം പോട്ടൊക്കെ ചെയ്ത് ഞാൻ ഗ്രാനി നോക്കിയത് എനിക്കറിയില്ല. പൊറി ഗ്രാനി വെറുതെ പോയിന്നുണ്ട്. ഡിസ്ട്രാക്ഷൻ is the first main use. മനസ്സിലായില്ലേ? ഓക്കെ, ഗ്രാനി പോയിട്ടുണ്ടെന്ന് ഉറപ്പായിട്ട് ഞാൻ മോളിക്ക് അറിയുന്നു. ഞാനിതിനു മുമ്പ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ്. എന്നിട്ട് അതാണ് വർക്ക് ആവണില്ല. ഇത് ഇവിടെ തന്നെ വെക്കണമെന്ന് പറയും വെച്ച്. എന്നിട്ട് യു നീഡ് ടു ബി ക്ലോസർ ആക്കും. തൊട്ടടുത്താണ്. ഡിസ്പ്ലേ എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. ഞെക്കിയില്ല അത് വേണമെന്ന്. ഞാൻ അകത്തൊരു അപ്പം തന്നെ വരെയും ചെയ്ത്. പിന്നെ ഇപ്പോഴാണ് പൊട്ടിയത്. ഡിസ്പ്ലേ അടിച്ചിട്ട് ഇവിടെ തൊട്ടാണ് എല്ലാം മോശമാവാൻ തുടങ്ങിയെന്ന് പറയാലോ. ഡേ 2 ആയി. ഇവിടെ നിന്ന് സ്പീഡ് റൺ ചെയ്യുന്നുണ്ട് പോകാൻ വേണ്ടി.
10 മിനിറ്റ് ആകുമ്പോൾ ഡേ 1 ഏകദേശം കളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡേ 2 ഓക്കെ, ഞാൻ വീണ്ടും കൂടി പെപ്പർ സ്പ്രേ എടുത്തിട്ട് വരാം. ഇപ്രാവശ്യം പൊട്ടിയാൽ പിന്നെ പറഞ്ഞിട്ടില്ല. പെപ്പർ സ്പ്രേ ടഫ് സാധനം എടുക്കാൻ വേണ്ടി എടുക്കാൻ പോകുമ്പോൾ നെക്സ്റ്റ് സെക്കൻഡ് പോകും. കഴിഞ്ഞ പ്രാവശ്യം കളിച്ചിരുന്നപ്പോൾ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല, ഭാഗത്തിന് എടുക്കാത്ത സ്പീഡിലൊന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആലോചിക്കുന്നത് പെപ്പർ സ്പ്രേക്കാനാണെങ്കിൽ താഴെ ഗ്ലിച്ചടിച്ച് പോയി ഗ്രാനി കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ക്യാനൊത്തും ഗ്രാനിൻ്റെ മോന്നൊക്കെ അടിച്ച്. അതായത് ഞാൻ വെറുതെ ആവശ്യമില്ലാതെ ഗ്രാനിൻ്റെ മോന്നൊക്കെ അടിച്ച് സ്പ്രേ അത് എം ടി ആവണല്ലോ അടിച്ച്. എം ടി ഞാനല്ലോ വേർത്തിട്ട് ആ സിങ്ക് എന്തിനാണ് ചൂടുള്ള തണുപ്പുള്ള വരാൻ വേണ്ടി ചോദിച്ചാണല്ലേ. അവൻ ഏതൊരു ഇത് കഴിഞ്ഞതിലില്ലേ മറ്റേ അത് കയറി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാനി പിടിക്കാൻ പറ്റിയില്ല സത്യം, പക്ഷേ പറയാല്ല ഗ്രാനി അവിടെ നിന്ന് പോയില്ല. അതൊരു ഹൈഡിങ് സ്പോട്ടായിട്ടല്ലല്ലോ കാണുന്നത്. അത് കാരണം ഞാൻ അടി വിളിക്കാൻ ചെയ്യാം, പക്ഷേ ഏഞ്ചലിനെ വിളിച്ച് അറിയാലോ മറ്റേ അലമാരടാ. പിന്നെ ഫ്രഞ്ചിനെ അവിടെ വെച്ചാൽ കണ്ടത്. ഫ്രഞ്ചിൽ തന്നെ സ്പീഡിന് ഓട്ടോ എന്ന് വെച്ച്, പക്ഷേ ഇവിടെ ചെയ്യാൻ ഗ്ലിച്ചുണ്ടത്. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഗ്രാനി അവസാനം വന്ന് കസേര തട്ടിയിട്ട് ഗ്രാനിയുടെ മുന്നിൽ കൂടെ എഴുന്നേറ്റാൻ പോയി. ഗ്രാനിനെ പിടിച്ചേനില്ല. അങ്ങനത്തെ ലക്ക്. പിന്നെ അവിടെ കോളാന്ന് ചോദിക്കുമ്പോൾ ഗ്രാനി വീണ്ടും വരുമെന്ന് വെച്ച് അണ്ട് എഴുന്നേറ്റ് എറി ഗ്ലിച്ച് വെച്ച് എന്നിട്ട് ഇറങ്ങി ഗ്രാനി അവിടെ ടീപ്പ് അടിച്ചിട്ടുണ്ടെന്ന്. എടാ പെപ്പർ സ്പ്രേക്കാൻ അവരുടെ അടിയിൽ പോയിട്ട് അതങ്ങനെ എടുക്കുമോ എപ്പോഴും എനിക്കറിയില്ല. പിന്നെ ഇവിടെ ഗ്ലിച്ച് അതെടുക്കാം. ഞാൻ ഫ്രഞ്ചിലത്തെ ഓട്ടോ ഓടുന്നു മറ്റേ കാറിനോടേക്ക്. ഈ സാധനം തട്ടിടാതെ ഞാൻ പയ്യെ പോയി. എന്തോ വായിച്ചു ഞാൻ എത്തി ഗ്രാനി പിടിക്കാതെ. പക്ഷെ വാലടങ്ങിക്കാൻ ഞാൻ സാധാരണ പോകുമ്പോൾ കാണാറുള്ളത് അത്. ഓക്കെ സ്കോഡ ഈ വണ്ടി മറ്റേ മിസ്റ്റർ ബീൻ്റെ ഇത് കണ്ടിട്ടുന്നുണ്ട് വണ്ടി. പക്ഷേ എൻ്റെ വണ്ടിയുടെ ഡിസൈൻ ഇല്ല മോഡൽ. ഇത് കുഴപ്പമില്ല. ഞാൻ ഫ്രഞ്ച് ഇവിടെ ഇട്ടുണ്ട് ഗ്രാനിയെ വിളിക്കാൻ വെച്ച്. പക്ഷേ സ്പാർക്ക് പ്ലഗും വേണം. ഇനി ബാക്കി കാർക്കിയും ഓയിലും വേണം. അതാണ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഗ്രാനിയെ വിളിക്കാൻ വെച്ച് ചെയ്ത് സ്പാർക്ക് പ്ലഗ് വേണമെന്ന് നോക്കിയത്. ഗ്രാനിയെ മഞ്ഞയുമില്ല. അപ്പം ഞാൻ പോകാൻ വിചാരിച്ചു. അപ്പോൾ ഗ്രാനി പക്ഷെ വണ്ടിക്ക് ആകെ ഒരു സീറ്റുള്ള അത് ആലോചിക്കുന്നു സത്യം. ഞാൻ അപ്പം ട്രാപ്പിഡ് പോലെ ഈ സീൻ കട്ട് ചെയ്യേണ്ട ഒരു തോന്നുന്നു. കാരണം കൊടുക്കത് നീളത്തിൽ ഞാൻ അവിടെ നിന്നത്. എന്നിട്ട് അവിടെ ഞാൻ ഗ്രാനിയെ വിളിക്കാൻ വേണ്ടി പുതിയ ഏർപ്പാടുകളുണ്ടാക്കി ഈ സാധനം അടിച്ച് തുറന്നത്. ഗ്രാനി വരുമെന്ന് വെച്ച് ആൻഡ് ലുക്ക് വാട്ട് ഹാപ്പൻ. ഫാസ്റ്റ് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. അവർക്കൊന്ന് വേറെ എന്ത് കാട്ടിക്കൂട്ടി. ഗ്രാനി വന്നോന്ന് എനിക്കറിയില്ല. ഗ്രാനിക്ക് പ്രത്യേകം നമ്മൾ ഇറങ്ങിപ്പോകാൻ നേരത്തെ ഗ്രാനിക്ക് വരാൻ തോന്നുന്നു. പക്ഷെ ഇപ്രാവശ്യം ഗ്രാനി അതുപോലും ചെയ്തില്ല. ദാറ്റ് മച്ച് ഗ്രാനി. അപ്പോൾ ഫീസ് ഓഫ് ഫോട്ടോ ഒക്കെ വെച്ചു. കാരണം അത് നമുക്ക് ബോണസ് കിട്ടുമല്ലോ വെച്ച്. പിന്നെ ഇങ്ങനെ കുറച്ചുകൂടി ഫീസ് 3 ഫീസ് വേണം. ഇവിടെ സേഫ് കീ ആണെങ്കിൽ അവിടെ കിടക്കും. ഇവിടെ ചെയിൻ കട്ടർ കട്ടിങ് പ്ലെയർ ചെയിൻ കട്ടറും വർക്കാവും. ആ ബുക്ക് കണ്ടിരിക്കുന്നു. ബുക്ക് കിട്ടിയാൽ പിന്നെ എനിക്ക് മറ്റേ സ്പൈഡർ റേഞ്ചിലിങ്ങനെ വിളയുന്നു. ഇവിടെ സ്ക്രൂ ഡ്രൈവറാണോ എനിക്കറിയാം. ഞാൻ വെറുതെ ആവശ്യമില്ലാതെ കാട്ടാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ ഇവിടെ വർക്കാവുന്ന ഉറപ്പില്ല. കണ്ട പിന്നെ ഇവിടെ നിന്ന് ഞാൻ കയറിപ്പോണ നേരത്ത് ഗ്രാനിനെ പിടിച്ചുണ്ട്. ഇപ്പം അല്ലല്ല കുറച്ചുണ്ട്. തട്ടി വാങ്ങി. ഓക്കെ ഗ്രാനി വന്നിട്ടിരുന്നു. ഞാൻ ഗ്രാനിയെ വിളിക്കാൻ വേണ്ടി ഇറച്ചി കഷ്ണം താഴെ കിട്ടും. ഇറച്ചി കഷ്ണം സ്രാവിൻ്റെ വാല ഒലിക്കണം എന്തായാലും. അതാണ് 2 മേശയ്ക്ക് കയറിയിരുന്നു ഒളിച്ച് ഗ്രാനിയെ പേടിച്ചിട്ട്. ഞാൻ ഗ്രാനി പറ്റുന്ന വെച്ച്
എന്നപ്പോൾ അപ്പം തന്നെ ഗ്രാനി ടീപ്പടി സ്പോണായിരുന്നു. അതാണ് ഇപ്പോഴത്തെ ഗ്രാനിക്ക് എവിടെയാണ് സ്പോണാവും. എൻ്റെ എല്ലാം പോയി ഞാൻ ഇപ്പോൾ ചുറ്റി കിടക്കാൻ വെച്ചിരിക്കുന്നു. ചുറ്റിയോടെ എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നോക്കാൻ പോയി. പക്ഷേ സോറി കാട്ടുണ്ടായിരുന്നു. IP അഡ്രസ്, സോറി ഗ്രാനിയുടെ IP അഡ്രസ്സോടെ ഒന്ന് ആലോചിക്കുന്നു. കാരണം ഇത്ര മോശം ഏരിയയിൽ കറണ്ട് കിട്ടുന്നത് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പം ഗ്രാനിക്ക് ഇത് കണ്ടാൽ ചോപ്പക്കണുണ്ടാവും, പിന്നെ ഗ്രാനി ടെററാവും, പിന്നെ ഗ്രാനി എടുക്കുന്നത് ചേസ് ആയിക്കോളും. ബോധക്കട സമയം കിടക്കണ കണ്ണിക്ക് ഞാൻ കാട്ടാൻ വേണ്ടി പോയതാണ് അവിടെ ഗ്രാനിയുടെ കണ്ണ്. പക്ഷേ പറ്റിയ കാണാൻ ഗ്ലിച്ച് എന്നറിയില്ല. ഞാൻ അവിടെ നിന്ന് ഗ്രാനി പിടിച്ച് അല്ല ഡേ 2 മുതൽ എൻ്റെ ഇല്ലേ മോശം തുടങ്ങിയെന്ന്. ഞാൻ ടെഡി വെറുതെ പിടിച്ച് ഗ്രാനി മുന്നിൽ ചാടി. ഞാൻ ആലോചിച്ചില്ലായിരുന്നു. That's how this all began to get bad. Day 3 സ്റ്റാർട്ടായി. ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പോകാൻ തുടങ്ങി. ഗ്രാനിനെ വിളിച്ച് വാതിലടന്ന് ഗ്രാനിയിൽ പോയി. ഞാനവിടെ ചെറിയ ഗ്ലിച്ച് കണ്ടിരിക്കുന്നുണ്ട്. കാരണം ഗ്രാനിയുടെ വടി മറ്റേ മതിലിൻ്റെ അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഗ്ലിച്ചുണ്ടാക്കിയത് ഗ്രാനിയല്ലേ ബാത്റൂമിൻ്റെ അവിടെ പോയപ്പോൾ. അത് ഈ ഗ്ലിച്ചിനെ പിടിച്ചില്ല. ലെവൽ Day 4 ഇപ്പം തന്നെ കാണാൻ പറ്റുമായിരുന്നു. ഇത് Day 4 എന്ന് Day 3 ഇതാണ് എല്ലാം മോശമാക്കിയ Day 2. എല്ലാം നല്ല പോയിക്കൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ ഗ്രാനിനെ കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ നിന്നും കണ്ടോണ്ട് ഞാൻ എന്തോ ഗ്രാനിയുടെ മുന്നിൽ കോറ്റയാട്ടം. ഗ്രാനിനെ വിളിക്കാൻ വേണ്ടി ആ പാത്രം വേഗം പെടുകയെന്ന്. ഗ്രാനി അവിടെ കയറി സത്യവും ടീപ്പ് പിടിച്ച് നേരെ മുറിയിൽ പോയേക്കണം. ഗ്രാനിക്ക് അപ്പോഴാണ് സ്പോണാണോ അവര് സ്പോണും പിന്നല്ലേ ഡീസ്പോൺ ചെയ്യണം. ഞാൻ പണ്ടങ്ങൾ കളിച്ചപ്പോൾ ഇല്ലേ ഒന്നിനെ അടി പോയിട്ടുണ്ടെങ്കിൽ ഗ്രാനി മുകളിൽ നിന്ന് വരും, അല്ലെങ്കിൽ മുകളിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാനി താഴെ നിന്ന് വരും. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഒരു ഗ്രാനി ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറേ ഗ്രാനീസ് ഉണ്ടായി. ഇനി കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ നിന്ന് കണ്ടത് ഗ്രാനിയുടെ മറ്റേ വടി കണ്ടത് എന്നിട്ട് മ്യൂസിക് എന്തോ BGM എന്തോ വന്നത്. ഞാൻ കുറേ ലാഗാക്കാന്നുണ്ട്. കട വടി കണ്ടിരുന്ന നിങ്ങൾ അതന്നെ ബാധന ഡെഡായില്ല വടി കാരണം. അതിനിപ്പോൾ തന്നെ കാണാൻ വിളിച്ചടിച്ചിട്ട് ആ വടി അങ്ങനെ വിളിച്ചേ പോവുക അങ്ങോട്ട്. അതങ്ങനെ എനിക്ക് ഇപ്പോഴും അറിയില്ല, എടുക്കാൻ വരെ പാടുണ്ടായിരുന്നു. വണ്ണാളാ ലോ എന്നാ ലയുമ്പോ ഞാൻ ഗ്രാനി ഇങ്ങാട് തന്നെ വിളിക്കാൻ വെച്ചു. ഗ്രാനി വന്നിട്ടില്ല. എന്നിട്ട് പിന്നെ ഗ്രാനി എന്നെ കാറ്റിയാൽ മതി. പിന്നെ വന്നാൽ 10 പോയാൽ പിന്നെ ആൾക്ക് ദേഷ്യം വരും. വന്ന് കുറച്ച് നിന്നിട്ട് തന്നെ പോകണം. അപ്പോഴേക്ക് സ്കൂട്ടേ ഓടാറ്റുള്ളൂ. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് പോകുന്നുണ്ട്. പക്ഷേ ഗ്രാനിക്ക് നമ്മൾ കൈ കാണാനില്ല. കണ്ടാ അവിടെ നിന്ന് തന്നെ പോസായിരുന്നു. ഞാൻ അടുത്തേക്ക് തന്നെ ചെല്ലണം ഗ്രാനിനെ പിടിക്കാൻ വേണ്ടി. കടാ മ്യൂസിക് വരുന്നു. മ്യൂസിക് വന്നു. ഓക്കെ ഉണ്ടായി. നെക്സ്റ്റ് എന്താ ഗെയിം നിങ്ങൾ കമൻസിൽ പറയട്ടാ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇല്ലേ പറയണം. എനിക്കപ്പോൾ അതിൻ്റെ 2ാം ഭാഗം ഇറക്കാനും പിന്നെ ജയിക്കണത് കണ്ടാ. ഗ്രാനി ഇങ്ങാട് വന്നിട്ട് അവിടെ സ്പോളാക്കണത്. അതെന്ത് ഞാൻ നടക്കണേ കണ്ടില്ല അവിടെ. ഞാൻ നോക്കിക്കുന്നില്ലേ. അപ്പോൾ ഗ്രാനി അവിടെയും കാണാനില്ല. നോക്കുമ്പോൾ ഗ്രാനി TP അടിച്ചു പോകും. ഇവിടെ സാധനമൊക്കെ തിരങ്ങി ഒന്നും കിട്ടിയില്ല. അവൻ്റെ നീരാ സ്ഥലത്ത് നിന്ന് മത്തനങ്ങൾ എന്തോ കിട്ടണുണ്ട്, തണ്ണി മത്തനങ്ങൾ. അതുപോലും കിട്ടിയില്ല. അങ്ങനത്തെ ഒരവസ്ഥ. ഇതിൽ നോക്കാം എന്നിറങ്ങി നിന്നു. ഒന്നും കിട്ടൂല. എന്നിട്ട് എന്തോ ഗ്ലിച്ച് കാണുന്നുണ്ട്. മൈക്രോവേവ് തുറക്കാമെന്ന് വെച്ച് കണ്ട
എവിടെ നിന്ന് സ്പൂണാണെന്ന് പറയാനില്ല. അങ്ങനത്തെ ഡേ 5 ആണ് ഏറ്റവും വലിയ പൊട്ടത്തരം. ഡേ 4 കാട്ടിലും പൊട്ടത്തരം കാട്ടിയത്. പിന്നെ 5 അതിലും പൊട്ടത്തരം കാട്ടി. ഞാൻ വീണ്ടും അതോടെ എഴുന്നേറ്റു. മറ്റേ കെച്ചപ്പ് മാർക്സ് ഉണ്ട് നമ്മുടെ സ്ക്രീൻ മൊത്തം വിഷമിക്കേണ്ട കെച്ചപ്സ്. ഓക്കെ, ഇനി അവിടെ ഞാൻ പോയി ഡിസ്ട്രാക്ട് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്നിട്ട് പോയെന്ന് വെച്ചാൽ നിങ്ങൾ പറയും നല്ല സ്മാർട്ട് ഐഡിയ ആണല്ല കാണാം. കാരണം ഗ്രാനിക്ക് ഇപ്പം എവിടെയാണ് സ്പോൺ ആവുള്ള. അപ്പോൾ ഗ്രാനിക്കില്ലേ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ടെഡ്ഡി ബെയർ അങ്ങനെ അവിടെ തന്നെ വന്നെ എനിക്കറിയില്ല. ഒച്ചയൊക്കെ എന്താ അവിടെ നിൽക്കുന്നത് തലപ്പേനൊക്കെ ചെയ്യും. അവിടെ എനിക്കിത് വീഡിയോ അടിച്ച് തയ്ക്കാറ്റാതിരുന്നത്. എനിക്ക് പെയിൻറ്റിൻ്റെ കഷ്ണം കിട്ടി അന്നേരത്ത്. എനിക്കിപ്പോഴും തലവേന പറഞ്ഞില്ല. വീഡിയോ എത്ര നേരം തോന്നലില്ല എനിക്കിത്. കുഴപ്പമില്ല, ഞാൻ അയച്ചേക്കാം. കാരണം ആകെയുള്ള വിഷുവിൽ ഞാൻ ഗ്രാനി കളിച്ചിട്ടുണ്ട്. അതെങ്കിലും ആയിക്കോട്ടെ ഒന്ന് ഒരു ബോണസ് ഡേ കിട്ടിയ പിന്നെ ഈസി. പക്ഷെ ബാക്കി 2 ഫോട്ടോ എന്താ പറ്റി എനിക്കറിയില്ലായിരുന്നു. ഈ സാധനം തെറിച്ചു വീണത് ഇപ്പം ഗ്രാനിന്ന് തെറിപ്പിച്ചിട്ടൊന്നും തന്നെ. ഞാൻ എൻ്റെ ഹാലോവിൻ വർഷം കളിച്ച് വീഡിയോ കഴിച്ചു. പക്ഷേ ഹാലോവിൻ അല്ലല്ലോ. പക്ഷെ ഞാൻ മണ്ടത്തരം കാട്ടാൻ പോണു. ഇപ്പം കണ്ട ഗ്രാനിക്കിപ്പോൾ എവിടെ വേണമെങ്കിൽ സ്പോൺ ആവുക. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലെ പ്രശ്നം. ഡേ 5 ആണ് ഏറ്റവും ഞാൻ പൊട്ടത്തരം കാട്ടി ഡെഡായത്. ഈ 23 മിനിറ്റ് ഉണ്ടാവും വീഡിയോ, ചിലപ്പോൾ 23-25 അതിലേറ്റവും കുറഞ്ഞ സമയം എടുത്ത ദിവസം ഡേ 5 ആയിരുന്നു. എനിക്ക് അറിയാം. എന്തോ 2-3 മിനിറ്റ് എടുത്തോളൂ. അപ്പോഴേക്കും ഡേ 5 എൻ്റെ ഞാൻ ഗ്രാനിയെ വിളിക്കാൻ വേണ്ടി മോളിൽ കയറിയതാണ്. അവിടെ എൻ്റെ തന്നെ പേടി ഞാൻ തന്നെ ചെയ്യുന്നത് മനസ്സിലാവില്ല. പക്ഷെ ഗ്രാനിയെ വിളിക്കാൻ വേണ്ടി ഞാൻ തട്ടിയിട്ട് ആ പാവേനെ തട്ടിയിട്ട് നമുക്ക് ആ പാവേലും വെയിറ്റുണ്ടോ വിചാരിക്കാം. പക്ഷെ പാവ് ഇടല്ല. ഞാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ടേ. That's how it all ends. Oh. Okay. And പറയേണ്ട ആവശ്യമില്ല എന്തായി. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ഗ്രാനിപ്പോൾ താഴേക്ക് ഇടാൻ പോകണമല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇല്ലേ തോട്ട്സ് കമൻസിലേക്ക് അല്ലേ. ഞാനിപ്പോൾ വീഴാൻ പോവുകയാണ്. കാരണം ഗ്രാനിയെ തട്ടിയിടാൻ പോകും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് മച്ച് ഓഫ് stupidity and randomity. Bye.